പ്രിയപ്പെട്ടവരെ, നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ റീഡിംഗ്, നിങ്ങൾ കുറച്ച് നാളായിട്ട് ഒരു ആലോചനയിലാണ്. ഇതോ ഒരു കാര്യത്തെക്കുറിച്ച്, അത് എന്ത് കാര്യമാണെന്നും അതിനകത്തൊരു ക്ലാരിറ്റിയും നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. അത് കരിയർ ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും ഒരു ആലോചനയിലാണ്. നിങ്ങൾ കുറച്ച് നാളായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടാരോ കാർഡ് വെച്ച് ചോദിക്കുകയാണ്. റെസൊനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. റെക്കി ഹീലിംഗ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക് യു ഗോഡ് എന്നാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അന്നേരം നമുക്ക് സ്പ്രെഡ് എടുത്ത് നോക്കാം. Please answer me, please answer me universe, please answer me, please answer me universe, 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 please answer. Please answer me, universe. Please answer me. Please answer me, universe. Please answer me. എൻ്റെ പ്രഷർ കുറച്ച് നാളായി ഒരു കാര്യം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അത് എന്താണെന്നും അതിൻ്റെ ആലോചനയിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എങ്ങനെയാണ് എന്നുള്ള ഒരു ആൻസറിനെ ചോദിക്കുകയാണ് യൂണിവേഴ്സ്. പ്ലീസ് ഗിവ് മീ ആൻസർ. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം കുറേ നാളുകളായി നിങ്ങളുടെ ചിന്തയിലുള്ളൊരു കാര്യമാണ്. അത് എന്താണെന്ന് യൂണിവേഴ്സിനോട് നമുക്ക് ചോദിക്കാം. ഡബിൾ എന്ന കാർഡ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും തടസ്സങ്ങളുള്ളപ്പോഴാണ് അങ്ങനെ ഒരു കാർഡ് വരാൻ സാധ്യത. ഓക്കെ, 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. ഫൈവ് ഓഫ് കപ്സ് ആണ്. അതാണ് ആലോചനയിലാണ്. നിങ്ങൾ കുറേ നാളായിട്ട് എന്തൊക്കെയോ ഒരു ആലോചനയിലാണ്. ഓക്കെ, ഈ കാർഡ്സ് എന്താണെന്ന് നോക്കാം. ഇതിലും 3 ഓഫ് കപ്സ് ആണ്. വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ. എന്താണെന്ന് നോക്കാം. ബാലൻസിങ് എനർജി ആണെന്നോ ദ വേൾഡുമാണ് കാണുന്നത്. എന്തൊക്കെയോ മതിയായി എന്നുള്ള ഒരു ആശങ്കയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കരിയർ ലൈഫിലാവാം, ഫൈനാൻസിലാവാം, ഫാമിലി ലൈഫിലാവാം, എന്താണെങ്കിലും എല്ലാം മതിയായി എന്ന് ഉള്ള ചിന്തയിലും വിശ്വാസത്തിലും മുന്നോട്ട് പോവുകയാണ്. അത് എന്തൊക്കെയോ പല മോശം ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടോ ഒക്കെയാണ് അത് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുന്നത്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബാലൻസിങ് എനർജിയാണ്. ഫാമിലി ലൈഫിലെയാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ ഫാമിലി ലൈഫിലുള്ള എന്തൊക്കെയോ വിഷയങ്ങളാണ് നിങ്ങളെ അലട്ടുന്നത്. ഈ കാർഡ് ഫാമിലി ലൈഫിൻ്റെയാണ്. 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് ആണ്. അന്നേരം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. ഫാമിലി ലൈഫിലെ പ്രശ്നങ്ങളാണ് ഇങ്ങനെ അലട്ടുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്കത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത, ഫിനാൻഷ്യലി, ഫിസിക്കലി, മെൻ്റലി ഒക്കെ നിങ്ങൾ വളരെയധികം തകർന്ന ഒരവസ്ഥയിലാണ്. ഇവിടെയും എന്തോ ചതിവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെയും ബ്ലാക്ക് എനർജിയുടെയും ഇത് വന്ന് ചതിവ് സംഭവിച്ചതാണ്. ചതിവ് സംഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ഫാമിലിയിൽ തകർച്ച വന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾക്കെല്ലാം പൂർണ്ണതയിലെത്തി മതിയായി
ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നിരിക്കുന്നത്. ദ ഹീറോഫിൻ്റാണ് വന്നിരിക്കുന്നത്. ഇത് ഹീറോഫിൻ്റ് മേജർ ആർക്കാന കാർഡാണ്. ഒരു ആത്മീയ ഉണർവ്, ആത്മീയ വെളിച്ചം ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മോചിതനാവാൻ ഒരു ആത്മീയ വെളിച്ചം കിട്ടും എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ ഇത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾക്കൊരു പുതിയൊരാശയം കിട്ടും. നിങ്ങൾക്ക് ഈ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ നെഗറ്റീവായിട്ടുള്ള വലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു സഹായം, ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അന്നേരം നിങ്ങളത് വേണോ വേണ്ടയോ, നല്ലതാണോ, ഞാനിത് ചെയ്താൽ എൻ്റെ ഫാമിലി ലൈഫ് എന്താകും, കുട്ടികൾ എങ്ങനെ എന്നൊക്കെ ഉള്ള ചിന്തയിലാണ് ബാലൻസ് ചെയ്യുന്നത്. മാക്സിമം ബാലൻസ് ചെയ്ത് പോയതാണ്. ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ ഈ നെഗറ്റീവ് ആളുകളുടെ ഇടപെടലുകളാണ്. ദ ഡബിൾ എന്ന കാർഡ് മേജർ ആർക്കാന കാർഡാണ്. അത് വന്നതാണ്. എപ്പോഴും ഒരു നാശം വരുന്നത് അല്ലെങ്കിൽ ഒരു വീഴ്ച വരുന്നത് നമുക്കൊരു പോസിറ്റീവിലേക്ക് പോകാനാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനാണ്. അപ്പോൾ നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ട്, വളരെയധികം വിഷമപ്പെട്ടിട്ടുണ്ട്, ചിന്താകുലനായിട്ട് ഇരുന്നിട്ടുണ്ട്, മെൻ്റലി തകർന്ന് ഡിപ്രഷനായി, സ്ട്രെസ്സായി ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അന്നേരം എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാവും എന്നുള്ളതാണ്. ഒരു വഴി കാണാം, ഒരു വഴിയുണ്ട്. ദൈവം അത് നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട. ദ ഹീറോഫിൻ്റ് എന്ന് പറയുന്നത് ഒരു ആത്മീയ വെളിച്ചമാണ്. ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളിൽ വന്ന് പ്രവർത്തിക്കും. നിങ്ങൾ നല്ല രീതിയിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ 7 ഓഫ് സോഡിൻ്റെ എനർജി. എന്തായാലും ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ആത്മീയ വെളിച്ചം, ലൈഫിൽ നല്ലൊരു ഉണർവ് നിങ്ങൾക്ക് വരും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, കൂടുതൽ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിക്ക് ചുറ്റുമുള്ള സസ്യജാലങ്ങളെയും പക്ഷിമൃഗാദികളെയും നമ്മളുടെ കൂടെ വസിക്കുന്ന മനുഷ്യരെയും സ്നേഹിക്കുക. നല്ലതും ചീത്തയുമായിട്ട് എല്ലാ അവസരങ്ങളും നന്മയും തിന്മയും ഉണ്ടാകും. നമ്മൾ ശാന്തമായി, സമാധാനമായി, ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക. വളരെയധികം വേദനിച്ച ഒരു സോളാണ്, ആ എനർജിയാണ്, വേദനിച്ച ഒരു സോളിൻ്റെ എനർജിയാണ് കാണുന്നത്. മതിയായി ആത്മഹത്യയ്ക്ക് വരെ നിങ്ങൾ തുനിഞ്ഞിട്ടുണ്ടാവും. ആത്മഹത്യ ചെയ്യാം, തീർത്ത് അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യയ്ക്ക് വരെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എനർജിയിൽ നിന്നും മനസ്സിലാക്കാൻ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ദൈവ സഹായമുണ്ടാകും, ഒരു ആത്മീയ സഹായമുണ്ടാകും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും. ആ ചിന്ത, ആ ആലോചന ശരിയാണ്. ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പലരുടെയും തെറ്റായ ഇടപെടലുകൾ കൊണ്ടുമൊക്കെയാണ് അത് ഉണ്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. എല്ലാത്തിനും ഒരു ചേഞ്ചസ് വരും. മാളിക മുകളേറിയ മന്നൻ്റെ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട്. അതിൽ വിശ്വസിക്കുക. ഈ നേച്ചറിനെ വിശ്വസിക്കുക, പ്രകൃതിയെ വിശ്വസിക്കുക, ഗോഡിനെ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക. വിശ്വാസമാണ്, നമ്മളുടെ വിശ്വാസമാണ് എവിടേക്കും നമ്മളെ നയിക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. വിജയം ഒരവസരത്തിൽ നമ്മൾക്കുണ്ടാകും. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾ, ദ ഹീറോഫിൻ്റ്. നിങ്ങൾക്ക് ഒരു ആത്മീയ ദർശനവും ആത്മീയ ഉണർവ് നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് പുതിയൊരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉടൻ തന്നെ ഉണ്ടാകുമെന്നത് തന്നെയാണ് യൂണിവേഴ്സ് നൽകുന്നത്. അപ്പോൾ റെസിനേറ്റ് ചെയ്തവർ മാത്രം ഇത് എടുത്താൽ മതി. റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ.